ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയാണ്. നരേന്ദ്രമോദിയും അമിത്ഷയും കരയുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ബി.ജെ.പിയുടെ കോട്ടയിൽ ബി.ജെ.പി തോൽക്കുന്നതല്ല, അതായത് നാണംകെട്ട തോൽവി. ഒരു പാർട്ടിയും ഇതുവരെ ഇങ്ങനൊരു നാണക്കേട് ഏറ്റുവാങ്ങില്ല. അത്രയും ദുരന്തമായ തോൽവിയാണ് ഇന്നലെ തെലുങ്കാനയിൽ ബി.ജെ.പി തോറ്റത്. എത്ര സീറ്റാണ് ബി.ജെ.പിക്ക് കിട്ടിയത് എല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞെട്ടിക്കുന്നൊരു ഫോൺ സംഭാഷണമുണ്ട്, അതും ഞാൻ വെച്ചു തരാം. നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ പാലക്കാടിൽ 100% നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ മത്സരിക്കുമെന്നാണ് ഒരു ഫോൺ സംഭാഷണം ലീക്കായിട്ടുണ്ട്. വലിയ വിവാദമാണ്. വി ഡി സതീശനൊക്കെ 8ന്റെ പണിയാണ് കിട്ടുന്നത്. അതായത് നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നിലവിൽ എല്ലാവർക്കും അറിഞ്ഞു. അതുകൊണ്ട് രാഹുൽ മാങ്കൂടത്തിന് പാലക്കാടിൽ സീറ്റ് കൊടുക്കണമെന്നാണ് ആവശ്യം. ആ ഒരു ഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ഞാൻ വെച്ചു തരാം. അതിനുശേഷം വി ഡി സതീശൻ 100% കേരളത്തിൽ മുഖ്യമന്ത്രി ആവും. ഇന്ന് വി ഡി സതീശൻ ചെയ്ത ഒരു നല്ല കാര്യം നിങ്ങൾ ഓരോരുത്തരും ആ ഒരു വീഡിയോ ക്ലിപ്പ് എന്തായാലും കാണണം. നിങ്ങൾ CPM-കാരായാലും BJP-കാരായാലും കോൺഗ്രസ്കാരായാലും, അതായത് വി ഡി സതീശൻ ചെയ്ത ആ ഒരു നല്ല പ്രവൃത്തി നിങ്ങൾ ഓരോരുത്തരും കാണണം. അപ്പോൾ നമുക്ക് തെലുങ്കാന വിഷയം ചർച്ച ചെയ്യാം. നോക്കൂ നിങ്ങൾ, അതായത് 1000-ലേറെ വാർഡിലാണ് കോൺഗ്രസ് ജയിച്ചത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഞാനൊരു കാര്യം പറയാം, അതായത് BJP തരംഗമാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും വോട്ടെടുപ്പ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ റിസൾട്ട് നോക്കേണ്ട ആവശ്യമില്ല. അതായത് BJP ആണ് ജയിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി പറയുകയാണ് വോട്ടിംഗ് മിഷൻ ഹാക്കാണ്, അതുകൊണ്ടാണ് BJP ജയിക്കുന്നത് എന്ന്. ഇന്ന് അമിത്ഷയും കൂട്ടരും വോട്ടിംഗ് മിഷന് ഹാക്കൊന്നും ചെയ്യാതെ എങ്ങനെയുണ്ട് ജനങ്ങളുടെ അഭിപ്രായം, BJPക്ക് ജനങ്ങൾ സപ്പോർട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വോട്ടിംഗ് മിഷന് ഹാക്ക് ചെയ്യാതെ അങ്ങനെ ഇലക്ഷൻ നടത്തുകയാണ്. അങ്ങനെ വോട്ടെണ്ണിയപ്പോഴാണ് ഞെട്ടിക്കുന്ന റിസൾട്ട് വന്നത്. 1000-ലേറെ വാർഡിൽ കോൺഗ്രസും BJPക്കാകട്ടെ വെറും 261 വാർഡിൽ മാത്രമാണ് തെലുങ്കാനയിൽ BJP ജയിച്ചത്. അതായത് ഒരു കാലത്ത് BJPയുടെ കോട്ടയായിരുന്നു തെലുങ്കാന. എന്താണ് സംഭവിച്ചത്? ഞാനൊരു കാര്യം പറയാം, വോട്ടിംഗ് മിഷന് ഇത്തവണ ഹാക്ക് ചെയ്തിട്ടില്ല. അതായത് ഒരു കാര്യം പറയുകയാണ്, അമിത്ഷയും കൂട്ടരും ഒരു പ്ലാൻ ഇടുകയാണ്. ഞങ്ങൾ ഇതുവരെ വിജയിച്ചത് വോട്ടിംഗ് മിഷന് ഹാക്ക് ചെയ്തിട്ടാണ്. എന്നാൽ പുതിയൊരു എലക്ഷൻ വരുമ്പോൾ, തെലുങ്കാനയിൽ എലക്ഷൻ വരുമ്പോൾ വോട്ടിംഗ് മിഷന് ഹാക്ക് ചെയ്യാതെ നമ്മൾ തെരഞ്ഞെടുപ്പിന് നേരിടാം. ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടോ എന്ന് നമ്മൾ നോക്കാമെന്ന് BJP പ്ലാൻ ഇടുകയാണ്. എന്നാൽ 8ന്റെ പണിയാണ് തെലുങ്കാനയിൽ BJPക്ക് കിട്ടിയത്. വോട്ടിംഗ് മിഷന് ഹാക്ക് ചെയ്യാത്തത് കൊണ്ട് റിയലായിട്ടുള്ള റിസൾട്ടാണ് വന്നത്. 1000-ലേറെ വാർഡിലാണ് കോൺഗ്രസ് ജയിച്ചത്. നോക്കൂ നിങ്ങൾ, BJP തരംഗമാണ്, മോദി സർക്കാർ അങ്ങനെയാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്ന BJPക്കാരെ നിങ്ങൾ ഈ ഒരു റിസൾട്ട് കാണണം. അതായത് ഒരു കാര്യം കൂടി പറയാം, ഇനി എവിടെ ഇന്ത്യയിൽ എലക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും BJP 100% വോട്ടിംഗ് മിഷൻ ഹാക്ക് ചെയ്യും. ഹാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ റിസൾട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് അമിത്ഷാ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. നരേന്ദ്രമോദിയും BJPയുടെ വലിയ വലിയ ആൾക്കാരുമായി തമ്മിൽ തല്ലി എന്നാണ് കേൾക്കുന്നത്. അതായത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? വെറും 261 വാർഡ് എന്ന് പറയുമ്പോൾ അത് നാണക്കേടാണ്. ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിയായ BJPക്ക് തെലുങ്കാന എന്ന BJPയുടെ കോട്ടയിൽ വെറും 261 വാർഡ് കിട്ടുന്ന ഇതിനും വലിയൊരു നാണക്കേട് വേറെ എന്താണുള്ളത്? ഇത് ചെറിയൊരു ടീസറാണ്. ഇനി BJPയുടെ അന്ത്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ വി ഡി സതീശൻ കാണിച്ച ആ ഒരു നല്ല പ്രവർത്തി നിങ്ങൾ ഓരോരുത്തരും കാണണം. ഓക്കെ, ഞാനിവിടെ വന്നിട്ടുള്ളത് ഭിന്നശേഷി കുട്ടികളുടെ വിഷയം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് എന്തൊരു വിഷയം ചോദ്യങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളതാണ് ചോദിക്കുന്നത്. 700 രൂപ 800 രൂപ വേതനം കിട്ടുന്ന ഒരാൾക്ക് ഇതുപോലുള്ളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ വേണ്ടി വരും എന്നുള്ളത് ചോദിക്കാതെ തന്നെ നമ്മുടെ ഗവൺമെന്റ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള തീരുമാനം എടുക്കണം. നമുക്കറിയാം, 1.5 ലക്ഷം കോടി 2 ലക്ഷം കോടി രൂപ വരെ വാർഷിക ബജറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അതുപോലെ തന്നെ ഒരു രാത്രി അന്തി ഉറങ്ങാൻ 1 ലക്ഷം 2 ലക്ഷം രൂപ വരെ ചെലവഴിക്കുന്ന ആളുകളുള്ള ഈ കേരളത്തിൽ ഇതുപോലുള്ള കുട്ടികൾക്ക് അവർക്ക് സാക്ഷരമായിട്ടുള്ള ഒരു പരിഹാരം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമായിട്ട് പറയുന്നത്,
ഈ വിഷയങ്ങൾ ഇതുപോലുള്ള ഒരു ക്രൗഡിന്റെ മുമ്പിൽ ഇങ്ങനെ നേതാക്കന്മാരിരിക്കുമ്പോൾ സമയത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തൊണ്ട ഇടയിപ്പോ മറ്റുള്ള എന്ത് വിഷയമാണെന്നുണ്ടെങ്കിലും എനിക്ക് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലല്ല, ഒരു ലീഡർ എന്നുള്ള നിലയിലല്ല, എൻ്റെ ഒരു സഹോദരൻ എന്ന നിലയിൽ ഈ കുട്ടികളുടെ കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഒരു 10 മിനിറ്റ് നമ്മുടെ പ്രകടന പത്രിക വരുന്നതിന് മുമ്പ് നിങ്ങളായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ തരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വി.ഡി. സതീശന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരം ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നവും വി.ഡി. സതീശൻ സോൾവ് ചെയ്യുമെന്നാണ്. അതായത് ഈ സഹോദരൻ ഉണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞ സഹോദരൻ, ഈ സഹോദരനെ നേരിൽ വിളിച്ച് വി.ഡി. സതീശൻ അരമണിക്കൂറോളം സംസാരിച്ചു. അതിനുശേഷം കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കോൺഗ്രസ് എങ്ങാനും അധികാരത്തിൽ വന്നാൽ ഏറ്റവും ആദ്യം ഈ സഹോദരൻ പറഞ്ഞ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് എന്ത് പ്രശ്നമാണുള്ളത് അതിനെ എല്ലാത്തിനെയും ഞാൻ പരിഹരിക്കാമെന്ന് വി.ഡി. സതീശൻ വാക്കുകൊടുക്കുകയാണ്. ഒരു എക്സാമ്പിളും കൂടി പറയുകയാണ്. എൻ്റെ സ്വന്തം നാടായ കാസർഗോഡിൽ മെഡിക്കൽ കോളേജിൻ്റെ പണി പിണറായി വിജയൻ്റെ സർക്കാർ ചെയ്യുന്നില്ല. നമ്മുടെ വി.ഡി. സതീശൻ പറയുകയാണ്, ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം മെഡിക്കൽ കോളേജിൻ്റെ പണിയും ഞാനങ്ങ് ഏറ്റെടുക്കാമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം, കേരളം ഒന്നും കൂടി CPM ഭരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും എവിടേക്കെങ്കിലും ഓടേണ്ടി വരും, ആത്മഹത്യ ചെയ്യേണ്ടി വരും. അങ്ങനെയാക്കി പിണറായി വിജയൻ. അതുകൊണ്ട് ഇത്തവണ LDF അധികാരത്തിൽ നിന്ന് മാറിയിട്ട് UDF എന്തായാലും അധികാരത്തിൽ വരണമെന്ന് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഞെട്ടിക്കുന്ന ആ ഒരു ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കുമെന്ന് ഈ ഒരു ഫോൺ സംഭാഷണം പുറത്തായതിനു ശേഷമാണ് നമ്മുടെ രാഹുലിന് സീറ്റ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞത്. എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, നീതിവാഴ്ചയുണ്ട്, നിയമ സംവിധാനമുണ്ട്, അത് അന്വേഷിക്കട്ടെ. കുറ്റക്കാരനെന്ന് കണ്ടാൽ നടപടിയെടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ നടപടിയെടുത്ത് കാണിക്കൂ എന്ന് ഈ ഒരു വിഷയം പറയേണ്ടിരുന്നയാൾ മൗനം പാലിച്ച് ആരോപണം വന്ന ആ സെക്കൻഡിൽ അവനെ ഇവരങ്ങ് ഡിസൈഡ് ചെയ്തു. ഒരു ആന്റിസിപ്പേറ്ററി ബിൽ തള്ളിയപ്പോ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി കളഞ്ഞു. ഒരു സസ്പെൻഷൻ ഇടായിരുന്നു അല്ലേ? കാരണം എല്ലാം കഴിഞ്ഞിട്ട് ഇത് ഓക്കെ ആണെങ്കിൽ അദ്ദേഹം പിന്നെ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അയാളെ തിരിച്ചെടുക്കുന്ന രീതിയിൽ സസ്പെൻസ് മോഡിൽ ഇടണമായിരുന്നു. കാരണം ഒരിക്കലും ഒരാളെ അങ്ങനെ പുറത്താക്കാൻ പറ്റത്തില്ല. പാലക്കാട് മൊത്തം അയാളുടെ കൂടെ. കാരണം ഈസ് ഡൂയിങ് എ വെരി ഗ്രേറ്റ് ജോബ്. കാരണം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഇടപെടുക, അമ്മമാരോട് എന്ത് സ്നേഹം. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ്, ഞാൻ അങ്ങനെ ഇടപെടൽ മീൻസ് ഇപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസിലും കാണും. നമ്മളിപ്പോ നാട്ടിലൊന്നും ഇല്ല, നമ്മൾ UK-ലാണ് ഒരുപാട് വർഷം. നമ്മൾ പിന്നെ നാട്ടിലെങ്ങും ഇല്ല, ഒരു വോട്ട് പോലും ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല നാട്ടിൽ. നമുക്ക് അത് പറയാൻ പറ്റും. ഇന്ന് വരെ ഞാൻ നാട്ടിലൊരു വോട്ട് പോലും ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. ഞാൻ പഠിച്ചിട്ടും വിളയില്ല, എല്ലാം വിളയില്ല, അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. ബട്ട് മീഡിയാസ് ഞാൻ എല്ലാ ന്യൂസും വാച്ച് ചെയ്യുന്നുണ്ട്, അതിന്റെ ബേസിൽ ഞാൻ പറയുക. പക്ഷെ ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ കാണിക്കുന്നത് വളരെ തെറ്റാണ്. കാരണം ഹി ഷുഡ് ടേക്ക് ദം ബാക്ക് ആൻഡ് അയാളെ കൂടുതൽ ആക്റ്റീവ് ആക്കി നല്ല രീതിയിൽ പ്രവർത്തനം. കോൺഗ്രസ് നല്ല ഉയർച്ച ഉണ്ടാവും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരിപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കോടതി വിധി വന്നാൽ ഇവര് ശരിക്കത് ഒരു വിക്ടറി ആഘോഷം നടത്തേണ്ടുന്ന ഇവർ ഇത് കണ്ടില്ലെന്ന് പോലും നടിച്ചിട്ട് ഇവരുടെ നിലപാടായിരുന്നു ശരി എന്ന് സ്റ്റാമ്പ് ചെയ്യാൻ ഇവന്മാർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണപക്ഷത്തിനെതിരെ അവർക്ക് പ്രയോഗിക്കാനുള്ള ഒരു ആയുധമാണ്. കണ്ടോ, നിങ്ങൾ ക്രൂശിക്കാൻ ശ്രമിച്ച ഇയാൾക്ക് കണ്ടോ കോടതിയിൽ നിന്നും നീതി ലഭിച്ചു, ഞങ്ങളാണ് ശരി എന്ന് ഇവർക്ക് ആ ഒരു വളരെ ഒരു വിജയ പ്രഖ്യാപനം നടത്തേണ്ടെന്ന് ഇവന്മാർ മിണ്ടാതെ ഇപ്പോഴും വന്നിട്ടെന്ത് പാലക്കാട് കെ ബാബു എന്ന് പറയുന്ന ഒരു പാഴിനെ കൊണ്ട് നിർത്തുവാൻ വേണ്ടി ഇവന്മാർ ഇപ്പോഴും ശ്രമിക്കുന്നു. രാഹുലിന് സീറ്റ് കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഇവനെ തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇനിയും ഇതുപോലത്തെ തരികിടപ്പണികളുമായിട്ട് ഇവന്മാർ വരും എന്നതിന്റെ ഒരു സിംറ്റമാണ്. അന്നേരം ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അദ്ദേഹം എന്ത് രീതിയിൽ സ്നേഹിച്ച ഒരു പാർട്ടി, അല്ലെങ്കിൽ എന്ത് തന്നെ എല്ലാ സ്വപ്നങ്ങളും കൊണ്ട് കിടക്കുന്ന ഈ ജീവനും മരണവും എല്ലാം വരിച്ച് എത്ര അടിയിടിയും കൊണ്ട് ഇതിനു വേണ്ടി ഒത്തിരി പ്രവർത്തിച്ച ഒരാളെ അങ്ങനെ ആക്കാൻ എങ്ങനെ പറ്റൂല്ലേ? നമുക്ക് സാധാരണക്കാർക്ക് ഇയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത നമുക്ക് ഈ തോന്നൽ ഉണ്ടാകുന്നു. അപ്പോൾ ഇനി നമ്മുടെ കയ്യിലുള്ള ഏക സൊല്യൂഷൻ എന്ന് പറയുന്നത് വി ഷുഡ് ഗീവ് ദിസ് സപ്പോർട്ട് ടു രാഹുൽ ദ ഫോർത്ത് കമ്മിങ് ഇലക്ഷൻ.
നമുക്ക് അതിന് മാക്സിമം ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ക്യാമ്പയിൻ മിഷൻ 250 ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇത് ഇവനെ തീർക്കാനെടുത്ത നടപടിയാണ്. അതുകൊണ്ട് ഇത് ഒരു ദിവസം കൊണ്ട് തീരത്തില്ല. അതുകൊണ്ടാണ് ഇലക്ഷൻ വരെ അതിന്റെ ഫലപ്രഖ്യാപനം വരെ നമ്മൾ മിഷൻ 250 എന്നൊരു ക്യാമ്പയിനായിട്ട് തന്നെ തുടങ്ങിയ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതുപോലെ ഇന്ന് 122 ഇന്ന് 122 ദിവസമേ ആയിട്ടുള്ളൂ. ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി. അതെ, അന്നേരം ഞങ്ങൾ ഈ ക്യാമ്പയിൻ ചെയ്യുന്നതിന്റെ ഏകദേശം ആകെ രാഹുലിന് ചെയ്യാൻ പറ്റുന്ന ഈ ജനങ്ങളുടെ സപ്പോർട്ട്, ജനങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവന്റെ തല താഴില്ല. ഇവനെ നശിപ്പിക്കുവാൻ നോക്കിയ ആളുകളുടെ മുന്നിൽ തല ഉയർന്നു നിൽക്കണമെങ്കിൽ ജനങ്ങൾ ഈ സത്യാവസ്ഥ മനസ്സിലാക്കി അയാളുടെ ഒപ്പം നിന്നാൽ. അതുപോലെ തന്നെ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. എല്ലാവർക്കും അമ്മ ഹസ്ബൻഡ് പോലും ഇല്ല, എന്നാലും ഒന്ന് ആലോചിച്ചു അവരുടെ ഒരു മാനസിക. സ്വന്തം മോൻ ഇത്രയും ക്രൂശനായി ജയിലിൽ അടച്ചു, എന്തെല്ലാം വിഷമങ്ങളിലൂടെ അവർ കടന്നു പോകുന്നത്, അതൊന്നും ആലോചിക്കുന്നില്ലല്ലോ. ആ കുടുംബം കൂട്ടയാത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയുന്നത് ആരുടെയൊക്കെയോ പ്രാർത്ഥനകൾ കൊണ്ടും ഭാഗ്യം കൊണ്ടുവാ നിൽക്കാൻ പറ്റുമോ? അതായത് ഇത്രയും നല്ല കത്തി നിന്ന് ഒരു അഭിമാനമായി മാറിയ ഒരു അമ്മ സന്തോഷത്തോടെ താൻ പ്രസവിച്ച് വളർത്തിയ ആ മകൻ എൻ്റെ ആ വളർച്ച കണ്ട് സന്തോഷത്തോടെ നിർത്തുമ്പോൾ അവര് ഒരു കൂട്ടയാത്മഹത്യയിലേക്ക് നയിപ്പിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാമല്ല ഇവിടെ നടന്നത്. അതുകൊണ്ട് ഈ അന്നേരം പ്രതികരിച്ചതിന് വളരെ നന്ദി. അതിന് രാഹുലോടെ നിൽക്കുവോ? അതല്ലേ ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ രാഹുലിനെ കുടുക്കിയത് എന്തിനല്ലേ? പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. കോൺഗ്രസ്സുകാരാ, നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. തെലുങ്കാനയിൽ കോൺഗ്രസ് ജയിച്ചു, കേരളത്തിലും കോൺഗ്രസ് ജയിക്കണമെന്നാണ് ഞങ്ങൾ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. പക്ഷേ രാഹുൽ എന്ന മനുഷ്യനെ നിങ്ങൾ ചതിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. അദ്ദേഹത്തിന് കള്ളക്കേസ് വരുമ്പോൾ, കള്ള ആരോപണം വരുമ്പോൾ നിങ്ങൾ രാഹുലിനൊപ്പമാണ് നിൽക്കേണ്ടത്. വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാണ്! വളരെ വളരെ മോശം. ഇതൊക്കെ BJPയും CPMും റിണിയും അരുൺകുമാറും ഷെഹനാസും ഒരുമിച്ചിരുന്ന് കളിച്ച നാടകമാണ്. ഷെഹനാസും റിണിയും ഒരുമിച്ചിരുന്ന് കളിച്ച നാടകമെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയാണ്. ഇതുവരെ കോൺഗ്രസിന് പൊട്ടിയില്ല. കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ, കെ മുരളീധരനെ പോലുള്ള നേതാക്കൾ രാഹുലിനെ വിമർശിക്കുകയാണ്. എന്തിനെന്നല്ലേ? അതായത് രാഹുൽ എങ്ങനെയെങ്കിലും രാഹുലിന് സീറ്റ് കൊടുക്കരുത്, അതാണ് മുരളീധരൻ്റെ ഒരു പ്ലാന്. മുരളീധരൻ വിചാരിക്കുന്നത് രാഹുലിനെങ്ങാനും സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വലിയ നേതാവാവും. രാഹുൽ വലിയ നേതാവായാൽ മുരളീധരൻ അത് വലിയൊരു തിരിച്ചടിയാവും. അതുകൊണ്ട് കെ മുരളീധരൻ VD സതീശനോട് പറയുകയാണ്, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും സീറ്റ് കൊടുക്കൂ, രാഹുലിന് സീറ്റ് കൊടുക്കണ്ട എന്ന് പച്ചക്കളവ് പറയുകയാണ്. മുരളീധര ചാവാനില്ലേ മുരളീധര? അപ്പോൾ ഞാൻ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരോട് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് കേരളത്തിൽ കുറേ സമൂഹമുണ്ട്. മുമ്പ് LDFന് വോട്ടിട്ടവർ നിലവിൽ UDFനാണ് വോട്ടിടുന്നത്. അതിൻ്റെ കാരണം ഒരു ഭരണമാറ്റം വേണം കേരളത്തിൽ എന്ന്. നിങ്ങളാകട്ടെ നല്ല നല്ല നേതാക്കളെ മാറ്റി നിർത്തുകയാണ്. രാഹുലിനെ പോലെയുള്ള, ഷാഫിയെ പോലെയുള്ള മുതിർന്ന എല്ലാ നേതാക്കളെയും നിങ്ങൾ കളത്തിൽ കൊണ്ടുവരണം. രാഹുലിന് ഇല്ലാത്ത ഫേക്ക് കേസ് വന്നപ്പോൾ നിങ്ങൾ രാഹുലിൻ്റെ കൈവിട്ടു. അത് വളരെ വളരെ തെറ്റാണ്. രാഹുലിനെ നിങ്ങൾക്കൊപ്പം നിങ്ങൾ കൂട്ടണം. പാവപ്പെട്ട മനുഷ്യനാണ്. റിണി എന്ന പിശാച്ചാണ് അങ്ങനെ ഒരു കള്ളക്കേസ് കുടുക്കിയത്. ഓക്കെ, അപ്പോൾ ആ വിഷയം നമുക്കൊന്നും കൂടി ഒരു വീഡിയോയിൽ പറയാം. തൽക്കാലം ഞാൻ ഈ വിഷയം കടക്കുന്നില്ല. അപ്പോൾ ആര് ഭരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിലവിൽ ജനങ്ങളുടെ സർവേ ഫലം അടിസ്ഥാനത്തിൽ നമ്മുടെ കോൺഗ്രസ് തന്നെയാണ് ഭരിക്കാൻ സാധ്യതയുള്ളത്. ഷാഫി പറമ്പിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷാഫി പറമ്പിലിനോട് കുറച്ച് ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം ഷാഫി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഷാഫി, ഞാൻ പലരിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഷാഫി എവിടെയെങ്കിലും വരുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളാണ്. ഞാൻ പെൺകുട്ടികളെന്നല്ല പറയുന്നത്, സ്ത്രീകൾ എന്നാണ്. എല്ലാ പ്രായഭേദമന്യേ അവർക്ക് ഷാഫിയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അതെങ്ങനെയാണ് ഷാഫി നേടിയെടുത്തത്? അതൊരു ഭാഗ്യമാണ്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇന്റൻഷനലി എന്തെങ്കിലും ചെയ്ത് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അവർക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അതൊരു ഭാഗ്യം തന്നെയാണ്. പ്രത്യേകിച്ച് വടകരയൊക്കെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നപ്പോഴത്തേക്കും നമുക്കറിയാം, സമയത്തുണ്ടായിരുന്ന പല കോൺട്രവേഴ്സീസിലും ഞാൻ അറിയാത്ത പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരുമ്പോഴും ഒക്കെ ഈ പറഞ്ഞതുപോലെ അന്ന് ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് നിന്നത് ഈ പറയുന്ന പോലെ അമ്മമാരും ഉമ്മമാരൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളുടെ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ അത് ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. നമ്മുടെ രാഹുലിന് നീതി കിട്ടട്ടെ, ഷാഫി പറമ്പിൽ വിജയിക്കട്ടെ, കേരളത്തിൽ കോൺഗ്രസ് വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ.